നമസ്കാരം, ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. വായിച്ചിട്ടില്ല, ചില കാര്യങ്ങൾ എനിക്കറിയാം. കെ-ഡിസ്ക് ഇന്നത്തെ രീതിയിൽ രൂപീകൃതമായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. അത് ധനവകുപ്പ് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഒരു അടിസ്ഥാനരഹിതമായ കാര്യമാണ്. ധനവകുപ്പിന്റെ ഒക്കെ അംഗീകാരത്തോടു കൂടിയും ആണ് കെ-ഡിസ്കിന് രൂപം നൽകിയത്. അത് ഇന്നത്തെ രീതിയിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടത് എന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കൊണ്ട് ധനവകുപ്പൊക്കെ അറിയാതാണ് നട്ടിലെന്താണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കൃത്യമായിട്ട് രേഖകളുള്ളതാണ്. രണ്ടാമത്, എക്സ് ഒഫീഷ്യോ ആയിട്ടുള്ള ഒരു സെക്രട്ടറിക്ക് ഇങ്ങനെയുള്ള ഉത്തരവുകൾ കൊടുക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഇത് സന്നദ്ധ പ്രവർത്തന സംഘടനയൊന്നുമല്ല കെ-ഡിസ്ക് എന്ന് പറയുന്നത്. പ്ലാനിംഗ് എക്കണോമിക് ആൻഡ് പ്ലാനിംഗ് അഫയേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉപവകുപ്പാണ്. അതിന്റെ സെക്രട്ടറി എക്സ് ഒഫീഷ്യോ ആണ്. ആ എക്സ് ഒഫീഷ്യോ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകള് ഉത്തരവിറക്കിയിട്ടുള്ള എത്രയോ പാരമ്പര്യങ്ങൾ, ട്രഡീഷൻസ്, കീഴ്വഴക്കങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിൽ അത് രൂപീകരിച്ചത് അച്യുതനൊക്കെ കാലത്താണെങ്കിൽ ഓർമ്മയുണ്ട്. ഞാനപ്പോ CDC പഠിക്കുന്നു. അതിന്റെ സെക്രട്ടറി എക്സ് ഒഫീഷ്യോ ആയിരുന്നത് PK ഗോപാലകൃഷ്ണൻ സാറാണ്. ഡോക്ടർ PK ഗോപാലകൃഷ്ണനാണ് എന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറിയും. അതിന്റെ ഉത്തരവുകളും കാര്യങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തെ KM എബ്രഹാം നമ്മുടെ കിഫ്ബിയുടെ CEO ആണ്. കിഫ്ബി സംബന്ധിച്ചുള്ള ഉത്തരവ് അദ്ദേഹത്തോട് ഇറക്കണം. ആ കീഴ്വഴക്കം തന്നെയാണ് ഇവിടെ. അപ്പൊ എന്താണ് എന്നുള്ളത് കോടതിയിൽ കക്ഷി ചേർത്തിട്ടുണ്ട് പറയും. അപ്പൊ കാര്യങ്ങൾ കോടതി തന്നെ തീരുമാനിക്കണം. സ്ഥിരിക്കേണ്ട അവസരം കിട്ടിയതിൽ സന്തോഷമുള്ളൂ. പിന്നെ ഇതിന് പ്രതിഫലം പറ്റുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഈ പ്രസ്ഥാനം, പരിപാടി എന്ന് മനസ്സിലാക്കണം. ജനകീയാസൂത്രണം പോലെ സമയമില്ല, ഒരു വർഷമുള്ളൂ, ഈ പരിപാടിയുണ്ട്. പക്ഷേ 50,000 സന്നദ്ധ പ്രവർത്തകരെ ഇപ്പൊ പരിശീലിപ്പിച്ച് അവര് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 50,000 പ്രൊഫഷണലുകള്. നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം പോലെ ഒരക്ഷരം പഠിപ്പിക്കാനല്ല, സ്കില്ല് പഠിപ്പിക്കാനാണ്. ഓരോ കോളേജിലെയും പ്രൊഫഷണൽ ആയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികള് അവര് മുഴുവനും നമ്മൾ അഭ്യർത്ഥിക്കാൻ പോയാണ്. നിങ്ങൾ പഠിച്ച കോളേജിലെ ക്ലാസ്സില് കുട്ടിക്ക് നിങ്ങൾ നൈപുണ്യ പരിശീലനം നൽകുന്നതിന് നിങ്ങൾ മുൻകൈ എടുക്കണം. അമേരിക്കയിൽ ഇതും ചെയ്യാൻ തോന്നും, ഓൺലൈനായിട്ട്. അങ്ങനെ കേരളത്തിലെ പ്രൊഫഷണൽ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് ഈ വർഷം ഓഗസ്റ്റ് മുതൽ നമ്മുടെ മുഴുവൻ കോളേജിലെ കുട്ടികൾക്ക് സ്കിൽ പരിശീലനം നൽകുകയും അവരൊരു പാതി പേർക്കെങ്കിലും ക്യാമ്പസ് പ്ലേസ്മെന്റ് നൽകാനുമാണ് പരിശ്രമിക്കുന്നത്. ഇത്രയും വിപുലമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതില് മുഴുവൻ സമയം പ്രവർത്തിക്കുകയാണ്. അപ്പൊ എന്താണ് പ്രതിഫലം? ഒരു പ്രതിഫലമില്ല. ഒരു യാത്രക്കുള്ള ടീം വേണ്ടേ? അതല്ലെങ്കിൽ നിങ്ങള് മിക്കവാറും എല്ലാ ദിവസവും ജില്ലക്ക് പുറത്താണ്. നിങ്ങൾ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാലും കൂടെ അടക്കട്ടെ. അതല്ലേ അത് എന്റെ കയ്യിൽ നിന്ന് എടുക്കണം. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും കോടതിയിലല്ലേ, കോടതി പറയും. വിവാദം ഉണ്ടാകാനുള്ളൊരു നമ്മള് വിവാദത്തിനില്ല. ഞാനതുകൊണ്ട് വലിയ സർവീയത്തിനും വർത്തമാനം പറഞ്ഞില്ലല്ലോ. ഇത് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമല്ലേ? കേരളത്തിലുള്ള എല്ലാവർക്കും വേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളെ മുഴുവൻ ഇപ്പൊ കേരളത്തിലെ സ്ഥിതി എന്താ? ഇവിടെ പഠിച്ചാൽ ജോലി കിട്ടൂല. എങ്ങനെയെങ്കിലും പുറത്തു പോയാല് പഠിക്കാൻ വേണ്ടിയല്ല, ഒരു ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് കരുതിയാൽ പോയി. ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്?
ഇവിടെ പഠിച്ച ജോലി കിട്ടുമെന്ന് ഗ്യാരണ്ടി കൊടുക്കാൻ പോവുകയാണ്. എങ്ങനെ സ്കില്ല് പഠിപ്പിക്കുന്നത്? കമ്പനികളോട് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് എന്ത് സ്കില്ലാ വേണ്ടേ, ആ സ്കില്ലുകളുടെ ഒരു ബൊക്കെയാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. ഇത് പഠിച്ചാൽ ഇങ്ങനെയുള്ള ജോലികൾ കിട്ടാം, ഇത് പഠിച്ചാൽ ഇങ്ങനെയുള്ള ജോലികൾ കിട്ടാം, അത് പഠിക്കൂ. തുടക്ക വർഷം എന്നുള്ള രീതിയിൽ 2 ലക്ഷം കുട്ടികൾക്കെങ്കിലും ക്യാമ്പസ് പ്ലേസ്മെന്റ് നമ്മൾ കൊടുക്കും. ഇത് എല്ലാവരുടെയും കൂടി പരിപാടിയാവണം. അതുകൊണ്ട് വിവാദം ഉണ്ടാക്കാതെ പോകണമെന്നുള്ളതാണ്. എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുന്ന കാര്യമില്ലേ കുട്ടികൾക്ക് ഇങ്ങനെ ജോലി കിട്ടുന്നത്. ഇത് ഓരോ വർഷം കഴിയുന്നതോറും കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം നോക്കൂ, കേരളത്തില് തൊഴിൽ ചെയ്യാൻ പ്രായമുള്ള പുരുഷന്മാര് ഒരു 15 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്കുള്ള പുരുഷന്മാര് 70% പേര് ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയോ, സ്ത്രീകളില് 25% ജോലി ചെയ്യുന്നുണ്ട്. വിവാഹം, കുടുംബം, ബാധ്യത എല്ലാം തീർന്നു കഴിഞ്ഞ് 30 വയസ്സാകുമ്പോഴാണ് ജോലിയെ കുറിച്ച് എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാൻ തോന്നുന്നു. അപ്പൊ തിരിച്ച് കരിയറിലേക്ക് കയറാൻ പറ്റില്ല, അതിന്റെ സ്കില്ലില്ല. നമ്മുടെ നാട്ടില് സംരംഭങ്ങൾ എത്ര ചെറുതാണ് വരുന്നത്, ആരവിടെ ജോലി ചെയ്യണത്? ഇന്ന് കൂടുതലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളായിട്ട് മാറി. കാരണം ആളില്ല കേരളത്തിൽ ജോലി ചെയ്യാൻ, ആളില്ല. എന്നാൽ ഈ പറയുന്ന വീട്ടമ്മമാരായിട്ട് ഇരിക്കുന്ന സ്ത്രീകളില്ലേ, നിങ്ങൾ അവരെ സ്കില്ല് ചെയ്യൂ. തൊഴിൽ സംരംഭകർക്ക് അവരെ ലഭ്യമാക്കും. അവരെടുക്കുന്ന നമ്മുടെ പ്രദേശത്തെ സ്ത്രീകൾക്ക് അവരെ സ്കില്ല് ചെയ്ത് വെച്ചാൽ മതി. ആ പരിപാടി ഞാൻ എന്റെ അനുഭവം നിങ്ങളോട് പറയാം. തൃശ്ശൂർ ഇതിന്റെ വലിയ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്ന് കുട്ടിയെ തോളത്തിട്ടുണ്ട്. എന്നിട്ട് അവര് എന്നോട് ചോദിക്കണം, ഒരു 5 വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടിക്ക് കേട്ടോ, കൊച്ചുകുട്ടിയൊന്നും അല്ല, അവർ ഉറങ്ങണം. സാറേ, ഒരു ഹരിതകർമ്മ സേനയിലെ ജോലി തരപ്പെടുത്തി തരുമോ? ഞാൻ പറഞ്ഞ എങ്ങനെയാണ് ഇതെന്ന് നമ്മുടെ പഞ്ചായത്തൊക്കെ എല്ലാം തീരുമാനിക്കണേ. അപ്പൊ നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? MSc ബയോടെക്നോളജി, അതിൽ തന്നെ മുന്തിയ ഇൻഫോർമാറ്റിക്സ്. അപ്പോ കല്യാണം കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് ഇത്രയാണോ ഒരേ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മണ്ണുത്തിലാണ് അവിടെ ഇഷ്ടംപോലെ നഴ്സറീസിലുള്ള ബയോടെക്നോളജി അല്ലേ, നിങ്ങളൊന്ന് പോയിട്ട് അത് ജോലിക്കാൻ ഇഷ്ടൂടെ? അവര് പറയണേ, സാർ അത് ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെയാണ് ഇവിടെ വേണ്ടേ, എനിക്കറിഞ്ഞൂടാ. ബയോടെക്നോളജി MScക്കാർക്ക് 2 ആഴ്ച മതിയായിട്ടത് പഠിപ്പിച്ചു കൊടുക്കാനായി. ഈ പുരുഷന്മാരെക്കാൾ വിദ്യാഭ്യാസത്തിനും കുറവുണ്ട് വീട്ടമ്മമാരായിരിക്കുന്ന സ്ത്രീകൾക്ക്. ഈ ലളിതമായ കാര്യം ചെയ്യാൻ പോണെന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ചെറുകിട സംരംഭങ്ങളോട് അവര് റിസോർട്ടുകളാവാം, ലാബാവാം, ഹെയർ കട്ടിങ്, ബ്യൂട്ടിഫിക്കേഷൻ, ഇപ്പൊ എല്ലാം മുടക്കേണ്ടി കാര്യമില്ല. ഇങ്ങനെയുള്ളതെല്ലാം ശരി, അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ എടുത്തോ നിങ്ങളുടെ പ്രദേശം, നമ്മൾ ഇടപെടുന്നില്ല. നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ കണ്ടെത്തി തരാം. നിങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സ്കില്ല് വേണോ അത് പരിശീലിപ്പിച്ചു തരും. 1 മാസമോ 2 മാസമോ എടുത്തിട്ട്. അക്കൗണ്ടൻസി വേണം, ശരി, പരിശീലിപ്പിക്കാം. നിങ്ങളുടെ പ്രോഗ്രാം പഠിപ്പിക്കാം, എല്ലാം ചെയ്യാം. ഇതിനാണ് ഈ മെന്റർമാരൊക്കെ വരുന്നത്. എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള മെന്റർമാരെ കണ്ടെത്തുന്ന അവരെ ഉപയോഗിച്ചിട്ട് നമ്മൾ പരിശീലിപ്പിക്കാൻ പോയിരുന്നു. ഇതാണ് പരിപാടി. അപ്പൊ ഇതുകൊണ്ട് എല്ലാവരും വേണം. അതുകൊണ്ട് വിവാദം ഉണ്ടാക്കാൻ ഒരു താല്പര്യമില്ല. അപ്പൊ ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് ഏജൻസികൾ ഉണ്ട്. കേരള സർക്കാരിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അസാപ്പാണ്. അവർക്ക് എല്ലാ ജില്ലയിലും പരിശീലന കേന്ദ്രങ്ങളുണ്ട്. പിന്നെ എനിക്കുള്ളത് കേസാണ്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിങ് സ്കീമുകളൊക്കെ അവര് വഴിയാണ്. പിന്നെ മൂന്നാമതെന്നുള്ളത് ഞാനിപ്പോ അവസാനം പറഞ്ഞ പരിപാടിക്ക് ഏറ്റവും പറ്റിയതാണ് നമ്മുടെ എംപ്ലോയ്മെന്റ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എംപ്ലോയബിലിറ്റി സെന്റേഴ്സ് എന്ന് പറഞ്ഞുള്ളത്. ഇതുകൂടാതെ IHRD, കെൽപ്രോ ഇങ്ങനെയുള്ള ഏജൻസികളൊക്കെ ഇവരെ എല്ലാവരെയും ഒരു കൊടക്കീഴിൽ കൊണ്ടുവരാനാണ്
വിജ്ഞാന കേരളം എന്നുള്ള പുതിയ പേര് കൊടുത്തിട്ടുള്ളത്. ഇവരൊക്കെ ഓരോരുത്തരും ഒരായിട്ട് നിൽക്കാതെ എല്ലാവരും ചെയ്യണ പണി ചെയ്ത് വെച്ചാൽ മതി. നമ്മളിങ്ങനെ സ്കില്ല് വേണ്ട ആൾക്കാരെ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് പറ്റുന്ന നമുക്കിവിടെ സ്കില്ല് ചെയ്യേണ്ടത് 10 ലക്ഷം പേരെയാണ് സ്കില്ല് ചെയ്യേണ്ടത് ഒറ്റ വർഷം കൊണ്ട്. എല്ലാവരും കൂടി എടുത്താലും തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾ ചെയ്യാം. അതിനുള്ള ധനസഹായം കാര്യങ്ങളും എവിടെന്നാ? ഒന്ന്, വിവിധ സ്കീമുകളുണ്ട്. 2, തൃശ്ശൂരിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങള് 6.5 കോടി രൂപ സ്കില്ലിങ്ങിന് വേണ്ടി മാറ്റിവെച്ചത്. ഇനി തികഞ്ഞില്ലെങ്കിൽ ഇനിയും കൂടുതൽ വരും. ഇതുപോലെ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മാറ്റിവെക്കുകയാണ്. അവരാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. അപ്പൊ ഈ പേര് കൊടുത്തിരിക്കുന്നത് തന്നെ വിജ്ഞാന കേരളം എന്നുള്ള പുതിയ പേര് കൊടുത്തത് തന്നെ എല്ലാ പേരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ടയില് നേരത്തെ നമ്മളിവിടെ കേരളത്തിലുണ്ടായിരുന്ന സംവിധാനം വളരെ മികച്ച ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട്. ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു. അതിലെ തൊഴിൽ വേണ്ടവർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ കുടുംബശ്രീയുമായി എടുത്ത് 18 ലക്ഷം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ കുറിച്ചുള്ള ഏതാണ്ട് എല്ലാ വിവരവും കേരള സർക്കാർ ചില ഏജൻസികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഫിക്കിയുടെ ഏജൻസി, CIAയുടെ ഏജൻസി, പിന്നെ നമ്മുടെ നോക്ക, ഇങ്ങനെയുള്ളവര്, പിന്നെ ICT അക്കാഡമി, ഇവരെല്ലാവരും ഇന്ത്യയിലെയും പുറത്തുള്ള കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ലഭ്യമായ തൊഴിലുകൾ ഈ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തും. അത് എപ്പോഴും 2 ലക്ഷം തൊഴിലെങ്കിലും കാണും. അപ്പൊ അനുമാനം എന്താണ്? തൊഴിലന്വേഷകൻ തൊഴിൽ വേണമല്ലോ, അയാൾ തന്നെ നോക്കി കണ്ടുപിടിച്ച് അപേക്ഷിച്ചോളും. അപേക്ഷിക്കുമ്പോ അതിനുള്ള നൈപുണ്യമില്ല എങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ 70,000 കോഴ്സുകൾ, പഠന കോഴ്സുകൾ, സ്കിൽ കോഴ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിക്കും. ഇതിനേക്കാളപ്പുറം എന്താ ചെയ്യാനുള്ളത്? പക്ഷെ കാര്യം മാത്രം നടക്കണില്ല. അപ്പൊ പത്തനംതിട്ട ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊഴിൽ അന്വേഷകനെ കൈക്ക് പിടിച്ച് തനിക്ക് പറ്റിയ ജോലി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, 2 ലക്ഷം തൊഴിൽ തപ്പിയെടുക്കുന്നത് ഇനിയിപ്പോ അവസാനം പറ്റുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇയാൾ വിട്ടുപോയിട്ടുണ്ടാവും, മറന്നു പോയിട്ടുണ്ടാവും. തനിക്ക് പറ്റിയ ജോലി എന്ത്? ശരി, ആ ജോലിക്ക് ഇന്ന പരിശീലനവും കൂടി ഉണ്ടെങ്കിൽ നല്ലത്. കാരണം ഞങ്ങൾ കമ്മ്യൂണിറ്റി മെന്റേഴ്സ് ഉണ്ട്. സോ സന്നദ്ധ പ്രവർത്തകരെ കൊണ്ടുവരും. 2, ഒരു സംശയം ഉണ്ടെങ്കിൽ നേരത്തെ ചോദിക്കാനും അറിയില്ല. പ്ലാറ്റ്ഫോം ഉണ്ട്. അത്ര തന്നെ ജോബ് സ്റ്റേഷനുകൾ എല്ലാ ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും ഉണ്ടാക്കിയിരുന്നു. കമ്മ്യൂണിറ്റി മെന്റർ ഈ മാറ്റം പരീക്ഷിച്ചതാണ് പത്തനംതിട്ട ചെയ്തത്. അത് പിന്നീട് തൃശ്ശൂര് അല്ല ആലപ്പുഴ വിപുലമായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ അത് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ ഔട്ട് ചെയ്യാൻ ബാക്കി എല്ലാ ജില്ലകളിലും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യണം. 3 രീതികള്. ഒന്ന്, ലോക്കൽ ജോലികൾക്ക് വേണ്ടിയുള്ള പരിശീലനവും തൊഴിൽ നൽകുന്നു. 2, വിദേശത്തും നാട്ടിലുമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള തൊഴിലുകൾ DWS കൊണ്ടുവെക്കുന്നതിന് അതിനു വേണ്ടിയുള്ള തൊഴിൽ മേളകൾ. 3, കോളേജിൽ പഠിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികളെ ഈ ഓഗസ്റ്റ് മുതൽ നൈപുണ്യ പരിശീലനം നൽകി മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ അതിൽ പാതിപ്പേർക്കെങ്കിലും ക്യാമ്പസ് പ്ലേസ്മെന്റ് കൊടുക്കാം. ഇങ്ങനെ 3 രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ പത്തനംതിട്ട തന്നെ തുടക്കം ഇവിടെ ഇത്രം വരെ എത്തിച്ചത്. ആരായിരുന്നു ഞാൻ 6,000, പിന്നെ 1,000 കൂടി പ്രത്യേകിച്ച് 7,000 ഒക്കെ ഇട്ട് ഞാൻ പോയത്. സമാനമായ ആവശ്യമാണ്, വേതന വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് സർക്കാർ പക്ഷേ പറയുന്നത് വേതന വർദ്ധിപ്പിക്കാൻ ആവശ്യമാണ്. അപ്പൊ അതിൽ ഞാൻ ചെയ്തതെന്നൊരു കാര്യം വ്യക്തമല്ലേ? കാശുണ്ടെങ്കിലേ കൊടുക്കാനുള്ള മനസ്സാണ് കൊടുക്കുന്നത്. ഞാൻ 6 ലക്ഷം ആര് സമരം ചെയ്തിട്ടാ കാശിട്ട് കൊടുത്തത്? 600 രൂപയായിരുന്നു പെൻഷൻ, 1,600 നോക്കിയത് ആരെങ്കിലും സമരം ചെയ്തിട്ടാ കൊടുത്തു? ഓരോ കാര്യത്തിലും ഇവിടെ എല്ലാ മാസവും കോവിഡ് കഴിയുന്നവരെ കിറ്റ് കൊടുക്കണമെന്ന് ഇന്ത്യയിൽ ആരെങ്കിലും സമരം ചെയ്തിട്ടില്ല.
പട്ടിണി കിടക്കുന്നത് പാവപ്പെട്ടവർ. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാനുള്ള മനസ്സുണ്ട്. UDF ആ മനസ്സില്ലെന്ന്. ഈ 1600 രൂപ പെൻഷൻ മേടിക്കുന്നതിൽ 100 രൂപയല്ലേ UDF നൽകിയിട്ടുള്ളത്. ഇപ്പോഴുള്ള 7000 എത്രയാ UDF സംഭാവന? ഏത് ആനുകൂല്യം കൊടുക്കുന്നു? ഏത് ആനുകൂല്യം കൊടുക്കും? അപ്പൊ ഇതാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. പാവങ്ങൾക്ക് പരമാവധി കൊടുക്കാന്നുള്ളതാണ്. അത് കാശുണ്ടായിരുന്ന കാലത്ത് കൊടുക്കുന്നതിന് ഒരു മടിയും വേവലാതി ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നെന്താ? ഇന്ന് സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറിയെന്ന്. ഇന്ന് ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ ഏതാണ്ട് 40% കേന്ദ്രത്തിന്റെ ഗ്രാന്റും വിഹിതമാണ്. ഇന്ന് 25%. ബാക്കിയുടെ സംസ്ഥാനം ഉണ്ടാക്കണം. സംസ്ഥാനത്തിന് തരേണ്ടതിൽ കുടിശ്ശികയാക്കി മാറ്റി വെക്കുന്നു. ഇതൊക്കെ സഹിക്കാം. ഒരു 40,000 കോടി രൂപ വായ്പ എടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ആദ്യം എടുക്കാൻ അനുവദിക്കുന്നുള്ളെങ്കിലോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇത് പാതിയാക്കുന്നതിന്റെ കാരണം എന്താ? ന്യായം പറയണത് എന്താ? അതിന്റെ ന്യായം പറയണത് കിഫ്ബി വഴി വായ്പ എടുക്കുന്നതിന്. കിഫ്ബി വഴി വായ്പ എടുത്ത് ദേശീയപാത കൊടുത്ത് കേന്ദ്രത്തിന് കൊടുത്ത പണം എങ്ങനെ സംസ്ഥാനത്തിന് വെട്ടിക്കുറക്കുന്നത്? സംസ്ഥാന സർക്കാരാണ് ഇതിന് പണം നൽകുന്നതെന്ന്. സംസ്ഥാന സർക്കാർ പണം നൽകാത്ത പ്രൊജക്ടുകളാണല്ലോ 75% വിഴിഞ്ഞത്തിന് കൊടുത്ത പണം. വിഴിഞ്ഞം കമ്പനി തിരിച്ചു തന്നെ. KSIB കൊടുത്ത വായ്പ KSIB തിരിച്ചു തന്നെ. അപ്പൊ കേന്ദ്ര സർക്കാരിന് ന്യായം വെച്ചിട്ട് പോലും ഇത് വെട്ടിച്ചുരുക്കുന്നതിന് അർത്ഥം എന്താ? ഇന്ത്യ രാജ്യത്തെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിന് വെട്ടിക്കൊടുത്തിട്ടുണ്ടാകും എന്ന് മാത്രമല്ല. പോട്ടെ, നിയമം മാറ്റി. ഈ നിയമം മാറ്റുമ്പോ പൂർവ്വകാല പ്രാബല്യം എങ്ങനെ കൊടുക്കണേ? ഇനി എടുത്താല് കിഫ്ബി എടുത്താൽ ഞങ്ങൾ വെട്ടിക്കുറക്കുന്നു പറഞ്ഞാൽ ശരി, അവരുടെ പുതിയ നിയമം മനസ്സിലായി. അതനുസരിച്ച് അങ്ങനെയല്ലല്ലോ. ഈ നിയമവും ചട്ടമൊന്നും ഇല്ലാതിരുന്ന 2016 മുതൽ എടുത്ത വായ്പ വെട്ടിക്കുറക്കരുത്. ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെ വളഞ്ഞിട്ട് തകർക്കാൻ വേണ്ടി സാമ്പത്തികമായിട്ട് ഈ കേന്ദ്രം നിൽക്കുമ്പോ കേന്ദ്രത്തിന്റെ ബാധ്യത അവരുടെ സ്കീം വർക്ക് 10 പൈസ വരെ കൂട്ടാത്തവര് ആ BJPയും കൂട്ടിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനായി സമരം ചെയ്യാം. ഒരു യോജിപ്പില്ലട്ടനോട് മനസ്സില്ലാഞ്ഞിട്ടല്ല, ഈ രാഷ്ട്രീയ കളി മനസ്സിലാവുന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് പാവങ്ങളോടുള്ള കമ്പാഷൻ, പ്രതിബദ്ധത, ഇതൊന്നും ഇടതുപക്ഷത്തെ ആരും പഠിപ്പിക്കാൻ വരണ്ട. ഈ ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചെന്നറിയാം. പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒന്നും കുറയ്ക്കാതെ തന്നെ ഈ റോഡും പാലവും കെട്ടിടവും ഒക്കെ പണിയാനുള്ള മാർഗം ഉണ്ടാക്കിയത്. എന്താ കേന്ദ്ര സർക്കാർ പറയണ? റോഡും പാലവും കെട്ടിടവും ഉണ്ടാക്കിയോ, പക്ഷെ പാവങ്ങൾക്ക് ഫ്രീ ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്ന് എടുത്തപ്പെടാതാണ്. അപ്പൊ ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് പാവങ്ങളുടെ മക്കൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള റോഡും പാലവും കെട്ടിടവും ഒക്കെ നമ്മൾ ഭാവിക്ക് തിരിച്ചടക്കേണ്ടതായിട്ടുള്ള വായ്പയിൽ പണിയുമ്പോ പാവങ്ങൾക്ക് എല്ലാ ആനുകൂല്യം നൽകാം. ഈ വികസന തന്ത്രത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് കേന്ദ്രത്തിന്. അതിൽ പങ്കുചേരുന്ന ദൗർഭാഗ്യവശാലി സമരക്കാർ. ഇപ്പോ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. UDFന്റെയും BJP മനസ്സിലാക്കിയിരുന്നത് എന്ത് വിലയിടുന്നത്. ഈ പറഞ്ഞതിലെ ഈ പറയുന്ന UDF ഇല്ലേ, അവർ 150 കോടി രൂപ പരസ്യത്തിന് ചെലവാക്കിയതിന്റെ 40 കോടി ഞാൻ മന്ത്രിയായിരിക്കുമ്പോ കൊടുത്തു. പിന്നെ പുണ്യാളന്മാര് ഒരു പരസ്യവും നടത്താത്തവര് BJP അല്ലേ, ഒന്നും പ്രചരണം നടത്തുന്നില്ല. ഈ ദുഷ്പ്രചരണങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നത് മാധ്യമങ്ങളിൽ വരില്ല, അന്ന് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. രാഷ്ട്രീയമൊന്നും സർക്കാർ ഇന്ന നേട്ടങ്ങൾ ചെയ്തിട്ടുണ്ട്, കാര്യം ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോ കൊടുക്കുന്ന 20 കോടിയല്ലെന്ന് ഇതുപോലെ തന്നെയല്ലേ പാചക തൊഴിലാളികളും, ഇതുപോലെ തന്നെയല്ലേ അംഗനവാടിക്കാര്,
ഇവരെല്ലാവരെയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 1.25 ലക്ഷം ആൾക്കാരില്ലേ കേരളത്തില്. ഇന്നത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഒരുമിച്ച് സമരം ചെയ്യാമെന്ന് ഈ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ സമരം ചെയ്യും. ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴും ആശ അങ്കണവാടിക്കാരുടെ സമരത്തിന് ഡൽഹിയിൽ പോയി ഗ്രീറ്റ് ചെയ്തിട്ടുണ്ട്. മന്ത്രിയായിരിക്കും. അപ്പൊ സമരം ചെയ്യാം. സമരത്തിനൊന്നും മടിയൊന്നുമില്ല. ഒരുമിച്ച് ചെയ്യാം. തൊട്ടപ്പുറത്തെ AG's ഓഫീസിന്റെ മുന്നിൽ. ഇതില് ഒരു കാര്യം കൂടി അനിവാര്യമായിട്ടുള്ള ചെലവുകളുണ്ട്. ആ ചെലവുകൾ കഴിഞ്ഞിട്ടല്ലേ ബാക്കിയൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്നതിന് സർക്കാരിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് ഈ കാലത്ത് എല്ലാ കാലത്തുള്ളതിനെ ചെലവാക്കാൻ പറ്റുള്ളൂ. ഓൺ ഫണ്ടിൽ നിന്ന് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പറയുന്നത് എന്താണ്? അവിടെ അനിവാര്യ ചെലവുകൾക്ക് ഓൺ ഫണ്ട് തികയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെ പ്രൊപ്പഗാൻഡ കാണിക്കുന്നതാണ്. അല്ല, മിച്ചമുള്ള പഞ്ചായത്തിലുണ്ട്. ഇപ്പൊ കിഴക്കമ്മൽ പഞ്ചായത്ത് 2 കോടി അവരെ ഓൺ ഫണ്ട് ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മിച്ചമുണ്ടെങ്കിൽ കൊടുക്കുന്ന തടസ്സമുണ്ടെന്നാണ് ചോദിക്കുന്നത്. എനിക്കറിയാം, ചട്ടം അനുസരിച്ച് അത് ചെയ്തോട്ടെ. എല്ലാത്തിനും ചട്ടമുള്ളതല്ലേ. അതനുസരിച്ച് ചട്ടം അനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യാം. താങ്ക് യു വെരി മച്ച്. അപ്പോഴേ ഈ പറഞ്ഞൊക്കെ ആയിക്കോട്ടെ, ഇതൊന്നും കൊടുക്കാൻ കേട്ടോ, നമ്മളെ വാക്കല്ലേ. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാൻ. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.